നമസ്കാരം, ഏവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്സ് ഇൻ കേസ് വർക്ക് ആണ്. എന്തൊക്കെ ടെക്നിക്സ് ആണ് സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സ് എഫക്റ്റീവ് ആകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു, പലതരം സ്കില്ലുകൾ വേണം, അല്ലെങ്കിൽ പലതരം പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും പല എത്തിക്കൽ പ്രിൻസിപ്പിൾസ് സ്വീകരിച്ചുകൊണ്ടൊക്കെയാണല്ലേ നമ്മൾ സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ചില ടെക്നിക്കുകളും കൂടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് സോഷ്യൽ കേസ് വർക്ക് അതിൻ്റെ പരിപൂർണ്ണതയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ സെഷൻസ് ഒക്കെ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് മാറുന്നതും. അപ്പോൾ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേസ് വർക്ക് പ്രാക്ടീസിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇൻ്റർവ്യൂയിങ്. കാരണം നമുക്ക് കിട്ടുന്ന മെജോറിറ്റി ഓഫ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനെ പറ്റിയുള്ള നല്ലൊരു ഭാഗം ഇൻഫർമേഷനും ക്ലയൻറ്റ് നേരിട്ട് പറയുന്നതായിരിക്കും. കാരണം ഒരു വ്യക്തിക്കാണ് ഏറ്റവും നന്നായി ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ തീർച്ചയായിട്ടും ഒരു വലിയ ഫ്രാക്ഷൻ ഓഫ് ഇൻഫർമേഷനും ഗ്യാദർ ചെയ്യുന്നത് ക്ലയൻറ്റിൽ നിന്നും, പിന്നെ ചെറിയൊരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ മേഖലകളിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നത് അവരുടെ റിലവൻ്റ് ആയിട്ടുള്ള കോൺടാക്റ്റ്, ഫാമിലിയിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ മറ്റ് കൊളാട്രൽസിൽ നിന്നോ ആയിരിക്കാം. അപ്പോൾ ആരോട് അവിടെ നിന്നാണോ നമ്മൾ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നത് അവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഡേറ്റ ഗ്യാദർ ചെയ്യാൻ വേണ്ടി ഇൻഡെപ്ത് കോൺവെർസേഷൻസിൽ ഏർപ്പെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. അല്ലാതെ ക്ലയൻറ്റ് പറയുന്ന കാര്യങ്ങളോ ക്ലയൻറ്റിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ക്ലയൻറ്റുമായിട്ടും മറ്റ് റിലവൻ്റ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് ഇൻ്റർവ്യൂ ടെക്നിക്ക്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എയ്തർ സ്ട്രക്ചേർഡ് ആയിരിക്കാം അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആയിരിക്കാം, ഇനി ഒരു സെമി സ്ട്രക്ചേർഡും ആയിരിക്കാം. ഇതിൻ്റെ ഇടയിലുള്ള ഒരു രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു സെമി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അവസ്ഥയിലും ആയിരിക്കാം. അപ്പോൾ ഇറ്റ് ഇസ് എ പ്രൊഫഷണൽ കോൺവെർസേഷൻ ബിറ്റ്വീൻ സോഷ്യൽ വർക്കർ ആൻഡ് ക്ലയൻറ്റ്. ക്ലയൻറ്റും സോഷ്യൽ വർക്കറും തമ്മിലുള്ള ഒരു പ്രൊഫഷണൽ കോൺവെർസേഷനാണ്. അപ്പോൾ എപ്പോഴും ക്ലയൻ്റ് ആയിരിക്കണമെന്നില്ല, ചില സമയങ്ങളിൽ അത് ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഫ്രണ്ട്സോ ഏതെങ്കിലും കൊളാട്രൽസോ ആയിരിക്കാം. അപ്പോൾ ആരായിരുന്നാലും കുഴപ്പമില്ല, ഇൻഫർമേഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സീക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സോഴ്സസിനോട് സ്ട്രക്ചേർഡ് ആയിട്ടോ അൺസ്ട്രക്ചേർഡ് ആയിട്ടോ ഒരു സെമി സ്ട്രക്ചേർഡ് ആയിട്ടോ ഒക്കെ ഇൻഫർമേഷൻസ് ചോദിക്കുന്ന ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഗ്യാദറിങ് പ്രോസസ്സിനാണ് നമ്മൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂ വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സോഷ്യൽ കേസ് വർക്കിൻ്റെ പ്രാക്ടീസ് എഫക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ മാക്സിമം ഇൻഫർമേഷൻസ് കിട്ടുക. ഒരു ക്ലയൻറ്റ് പറഞ്ഞത് മാത്രമായിരിക്കണം എന്നില്ല ശരി, അല്ലെങ്കിൽ മറ്റൊരാളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ടും കുറച്ചുകൂടെ റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് കിട്ടാനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് മനസ്സിലാക്കാനും മൾട്ടി ഡയമെൻഷണൽ അസസ്മെൻ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഇൻ്റർവ്യൂ നടത്തുക. ഇത് സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ നടത്തി മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. അപ്പോൾ എന്തിനെ പറ്റിയൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ പ്രോബ്ലം, അതുപോലെ തന്നെ അവരുടെ പ്രോബ്ലത്തിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള മറ്റ് ഡയമെൻഷൻസിൻ്റെ അസസ്മെൻറ്റ്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ആളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ത്രൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ ഇൻഫർമേഷൻസ് എല്ലാം ഇവർ ക്ലയൻറ്റിൽ നിന്നും പല സോഴ്സിൽ നിന്നും ഒക്കെ നമ്മൾ ഗ്യാദർ ചെയ്തെടുക്കുന്നത്. സോ ഇൻ്റർവ്യൂയിങ് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് തന്നെ പൊതുവേ 3 സ്റ്റെപ്പ് പറയാറുണ്ട്. ഒരു ബിഗിനിങ് സ്റ്റെപ്പ് ഉണ്ട്, പിന്നെ ഒരു മിഡിൽ ഫേസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു എൻഡ് ഫേസും ഉണ്ട്. അപ്പോൾ ഇതങ്ങനെ അത്ര വൈഡായിട്ട് നമുക്ക് പഠിക്കാനില്ലെങ്കിൽ പോലും ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആണെന്ന് മനസ്സിലാക്കുക. അതിന് ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ് ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം ബിഗിനിങ് ഫേസിൽ ഓൾറെഡി ഒരു ഇനീഷ്യൽ റാപ്പോ ബിൽഡിംഗ്, ആൻഡ് മിഡിൽ ഫേസിൽ റിയൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കുന്നു, മനസ്സിലാക്കുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു, പ്രോംപ്റ്റ് ചെയ്യുന്നു. ആൻഡ് എൻഡിങ് ഫേസിൽ നമ്മൾ ഇൻ്റർവ്യൂ വളരെ ഫോർമലായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഫ്യൂച്ചർ ഇൻ്റർവ്യൂസോ മറ്റ് കൊളാട്രൽസ് ആയിട്ടുള്ള കോൺടാക്റ്റോ ആവശ്യമാണെങ്കിൽ അത് ഗ്യാദർ ചെയ്യുന്നു. ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതിന് ക്ലയൻറ്റിനെ ആയാലും ഫാമിലിനെ ആയാലും നമ്മൾ പൊളൈറ്റ്ലി താങ്ക് ചെയ്യുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ അത്ര ഒരു കാഷ്വൽ കോൺവെർസേഷൻ അല്ല, ഇത് സിസ്റ്റമാറ്റിക് ആണ്. ഒരു ബിഗിനിങ് ഫേസ് ഉണ്ടായിരിക്കും, ഒരു മിഡിൽ ഫേസ് ഉണ്ടായിരിക്കും, ആൻഡ് ഒരു എൻഡ് ഫേസും ഉണ്ടായിരിക്കും. സോ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആൻഡ് ടെക്നിക്കൽ പ്രോസസ്സ്, അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ് സോഷ്യൽ കേസ് വർക്ക് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇൻ്റർവ്യൂസ് വഴിയാണ് നമ്മൾ മെജോറിറ്റി ഓഫ് ഇൻഫർമേഷൻസും ഗ്യാദർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ പല കാര്യങ്ങൾ അല്ലേ. എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്, എൻ്റെ വീട്ടിലെ ഡൈനാമിക്സ് ഇതാണ്, എൻ്റെ വീട്ടിൽ ഇത്ര പേരുണ്ട്, എൻ്റെ വീട്ടിലെ ആളുകൾ തമ്മിൽ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര നല്ലൊരു സ്നേഹബന്ധമാണ്, എല്ലാവരും തമ്മിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഫാമിലി ആണെന്നൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ക്ലയൻറ്റ് പറഞ്ഞിരിക്കുന്നത്.
അല്ലെങ്കിൽ ക്ലയൻറ്റ് നേരെ തിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, എൻ്റെ വീട്ടിൽ ആരും എന്നോട് സംസാരിക്കാറില്ല, എൻ്റെ വീട്ടിൽ ആരും തമ്മിൽ പരസ്പരം ഒരു ബന്ധവും ഇല്ല, അച്ഛനും അമ്മയും വീട്ടിൽ ഒന്നിച്ചല്ല താമസിക്കുന്നത്, സെപ്പറേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ വേണ്ടത്ര റിസോഴ്സസ് ഇല്ല എന്നൊക്കെ ആയിരിക്കാം ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ ചില സമയത്ത് നമുക്ക് തോന്നും ഈ ക്ലയൻറ്റിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടിയേക്കാം. അല്ലെങ്കിൽ പലപ്പോഴും ഒരു ക്ലയൻറ്റിനെ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ഓരോ മൈക്രോ സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഹോം വിസിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ക്ലയൻറ്റിൻ്റെ വീട്ടിൽ പോയി ക്ലയൻറ്റിനെയും മറ്റു വീട്ടുകാരെയും കാണുക, സംസാരിക്കുക എന്നുള്ളത് എല്ലാ സാഹചര്യത്തിലും ആവശ്യമില്ല, എല്ലാ സാഹചര്യത്തിലും സാധിക്കണമെന്നുമില്ല, എല്ലാ സാഹചര്യത്തിലും അപ്രോപ്രിയേറ്റുമല്ല. എന്നാൽ ചില സാഹചര്യങ്ങളിലെങ്കിലും ഹോം വിസിറ്റ് വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. ആൻഡ് മെജോറിറ്റി സമയങ്ങളിലും ഹോം വിസിറ്റ് നടത്തുമ്പോൾ കേസ് വർക്കർക്ക് കുറേ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് എന്തൊക്കെയായിരിക്കും, ക്ലയൻറ്റിൻ്റെ ഹോം എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണോ നെഗറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണോ, കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ പറ്റുമെന്നല്ല എങ്കിലും ക്ലയൻറ്റ് പറഞ്ഞതുമായിട്ട് അല്ലെങ്കിൽ ഓൾറെഡി കിട്ടിയ ഇൻഫർമേഷൻസ് ആയിട്ടും മറ്റ് കൊളാട്രൽസ് പറഞ്ഞ ഇൻഫർമേഷൻസും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് ഒരു അസംഷൻ, ഒരു നിഗമനത്തിലെത്താൻ ഹോം വിസിറ്റ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ ഫാമിലി ഇൻട്രാക്ഷൻസ് എങ്ങനെയാണ്, നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അച്ഛൻ വീട്ടിൽ ഒന്നും സംസാരിക്കുന്നില്ല, കംപ്ലീറ്റ് ലീഡ് ചെയ്യുന്നത് അമ്മയാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് റോങ് വിത്ത് ഡൈനാമിക്സ് അല്ല. എന്താണ് ഒരിക്കലും ഒരു വീട്ടിലൊരാൾ കയറി ചെന്നിട്ട് ഒന്നും അച്ഛൻ സംസാരിക്കാത്തത്, അല്ലെങ്കിൽ അവിടെ സിബ്ലിങ്സിനെ ഒന്ന് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു, ആരും ഇറങ്ങി വരുന്ന പോലും ഇല്ല, ആരും ആ റൂമിൽ നിന്ന് പോലും ഓപ്പൺ ചെയ്യുന്നില്ല, ഒരാൾ വീട്ടിൽ വന്നിരുന്നിട്ട് അത് ആരാണെന്ന് പോലും അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ആ വീട്ടിലെ കുട്ടികൾക്കില്ല അല്ലെങ്കിൽ മെമ്പേഴ്സിനില്ല എന്നുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് റോങ്, എന്തോ ഒരു മിസ്സിങ് ഉണ്ടായിരിക്കാം. അപ്പോൾ ക്ലയൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ, പറഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത സെഷനിൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രോബ് ചെയ്ത് അവരുടെ ഫാമിലി ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലി ആണോ ബ്രോക്കൺ ഫാമിലി ആണോ എന്ന് മനസ്സിലാക്കാം. പിന്നെ ക്ലയൻറ്റ് റിസോഴ്സസ് ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് ഒരു വീട് എങ്ങനെയാണ്, എന്ത് സെറ്റപ്പുള്ള വീടാണ്, എന്താണ് അവിടുത്തെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക്, എന്ത് തരം വീടായിരിക്കാം അത്. അപ്പോൾ ആളുകളുടെ ഇൻട്രാക്ഷൻസ്, അവരുടെ ഫൈനാൻഷ്യൽ റിസോഴ്സസ്, മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഹോം വിസിറ്റുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹോം വിസിറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് അയൽപക്കത്തുള്ള വീടുകൾ എത്ര ക്ലോസ് ആണ്, അല്ലെങ്കിൽ അവർ ക്ലോസ്ലി സിറ്റുവേറ്റഡ് ആണോ, മറ്റാരെങ്കിലും ഈ സമയത്ത് ആ വീട്ടിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടോ, എക്സ്റ്റെൻഡഡ് റിലേറ്റീവ്സ് കൂടെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പല ഇൻട്രാക്ഷൻസും എൻവയോൺമെൻറ്റിനെ പറ്റി മനസ്സിലാക്കാനും ഒക്കെ ഹോം വിസിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായിട്ടും ഫാമിലിയുടെ ഡൈനാമിക്സ്, ഒരു വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്, ഇവർ തമ്മിലുള്ള ടേംസ് എന്തൊക്കെയാണ്, ഒരാൾ വന്നാൽ എന്തായിരിക്കും അവസ്ഥ, തുടങ്ങിയ പല കാര്യങ്ങളിലും നമുക്ക് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടും വെദർ അവർക്ക് ആവശ്യമെങ്കിൽ ഒരു നെയ്ബർ സപ്പോർട്ട് ഉണ്ടോ, അവരുടെ നെയ്ബർഹുഡ് സപ്പോർട്ടീവ് ആണോ, അല്ലെങ്കിൽ അടുത്തുള്ള അവരുടെ റിലേറ്റീവ്സ് സപ്പോർട്ടീവ് ആണോ, അവരൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ടോ, അവരൊക്കെ അടുത്തടുത്താണോ താമസിക്കുന്നത്, ഈ വീടിൻ്റെ അടുത്ത് ആവശ്യത്തിന് ഫ്രണ്ട്സ് കുട്ടിക്കുണ്ടോ, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ ഏത് തരം ഇൻഫ്ലുവൻസ് ഉള്ളവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല സപ്പോർട്ട് സിസ്റ്റംസും ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി പ്രോബ് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും ഒക്കെ ഉള്ള അവസരം എങ്ങനെ കിട്ടും, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നല്ല ഹോം വിസിറ്റ് ഐഡിയലി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോം വിസിറ്റ് ഡയറക്റ്റ് ഒബ്സർവേഷൻസ് നടത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ അസസ്മെൻറ്റ് സ്ട്രോങ് ആക്കാനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഹോം വിസിറ്റ്, ഓർത്തിരിക്കുക. മറ്റൊന്നാണ് കൊളാട്രൽ കോൺടാക്ട്സ്. നമ്മൾ പലവട്ടം ഈ വാക്ക് പല പല ക്ലാസ്സുകളിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊളാട്രൽ കോൺടാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൊളാട്രലി കോൺടാക്ട് ചെയ്യുക. നമ്മുടെ പ്രൈമറി കോൺടാക്ട് എപ്പോഴും നമ്മുടെ കേസ് ആരാണോ നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ക്ലയൻറ്റിനേക്കാൾ പുറമെ ക്ലയൻറ്റിനെ പറ്റി ഇൻഫർമേഷൻ എലിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെയാണ് നമ്മൾ കൊളാട്രൽ കോൺടാക്ട്സ് എന്ന് വിളിക്കുന്നത്. അതായത് ആ ക്ലയൻറ്റിനെ പറ്റി അറിവുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ ക്ലയൻറ്റിനെ പറ്റി അത്രയും നല്ല രീതിയിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. ഇപ്പം ഞാനാണ് ക്ലയൻ്റ് എങ്കിൽ എന്നെപ്പറ്റി ഏറ്റവും നന്നായിട്ട് എഗ്രി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും എൻ്റെ ഫാമിലി, എൻ്റെ വീട്ടിലുള്ള ആളുകൾ, എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, എൻ്റെ എംപ്ലോയർ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകൾ, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സ്ഥലത്തുള്ള ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഞാനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ക്ലോസസ്റ്റ് സർക്കിളിലുള്ള ആളുകൾ എന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ എന്നോടൊപ്പം നിന്നുകൊണ്ട് എന്നെ പറ്റിയുള്ള മറ്റു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും. ഞാൻ ഒരാളോട് ബിഹേവ് ചെയ്യുന്ന രീതി, പൊതുവേ ഞാൻ എങ്ങനെയുള്ള ആളാണ്, എൻ്റെ ടെമ്പർമെൻറ്റ് എന്താണ്, ഞാൻ ഭയങ്കര അഗ്രസീവ് ആണോ, ഞാൻ ഭയങ്കര ഗ്ലൂമി ആണോ, ഞാൻ ഔട്ട് ഗോയിങ് ആണോ, ഞാൻ കുറച്ച് റിസർവ്ഡ് ആണോ, അല്ലെങ്കിൽ ജോലികൾ സമയത്ത് ചെയ്യുന്ന ഒരാളാണോ, ഭയങ്കര ടൈം പ്രോക്രാസ്റ്റിനേറ്റർ ആണോ, ഡെഡ് ലൈൻസിനോട് സ്റ്റിക്ക് ചെയ്യുന്ന ഒരാളാണോ, വീട്ടിലെല്ലാവരോടും നല്ല ടേംസ് ഉള്ള ആളാണോ, വീട്ടിൽ പോയി മിണ്ടാതൊരു മുറിയിൽ അടിച്ചിരിക്കുന്ന ആളാണോ, എൻ്റെ നേച്ചർ എന്താണ്, എൻ്റെ ടെമ്പർമെൻറ്റ് എന്താണ്, ഞാൻ പൊതുവേ എങ്ങനെയുള്ള ഒരാളാണോ, ഫ്രണ്ട്സ് ഉള്ള ആളാണോ, ഫ്രണ്ട്സ് ഇല്ലാത്ത ആളാണോ, വിത്ഡ്രോൺ ആണോ, ഐസൊലേറ്റഡ് ആണോ, എന്താണ് എന്നെപ്പറ്റി മറ്റുള്ളവർക്ക് പറയാനുള്ളത്, അതും എന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് പറയാനുള്ളത് എന്ന് കളക്ട് ചെയ്യുന്ന ഒരു ഫേസാണ്
കൊളാട്രൽ കോണ്ടാക്ട് വിച്ച് ഈസ് വെരി വെരി റിച്ച് ഇൻ ടേംസ് ഓഫ് ദ ഇൻഫർമേഷൻ. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയെപ്പറ്റി തന്നെ പറയുന്ന കാര്യങ്ങളും മറ്റൊരാൾ ആ വ്യക്തിയെപ്പറ്റി പറയുന്ന കാര്യങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ക്ലയൻറ്റ് വരുമ്പോൾ ക്ലയൻറ്റ് ഒരിക്കലും സ്വന്തം കുറ്റങ്ങൾ പറയാനുള്ള സാധ്യത കുറവായിരിക്കും, ആരും അങ്ങനെ പറയാൻ വഴിയില്ല. പക്ഷേ പലപ്പോഴും ഈ വ്യക്തിയിലുള്ള ചില ഡെഫിസിറ്റ്, പേഴ്സണാലിറ്റിയിലുള്ള ചില വൈകൃതങ്ങൾ, അവരുടെ പേഴ്സണാലിറ്റിയിലെ ചില ഫീച്ചേഴ്സൊക്കെ ആ വ്യക്തിയേക്കാൾ നന്നായി അനുഭവിക്കുന്നതും നന്നായി മനസ്സിലാക്കിയതും തൊട്ടടുത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന റൂംമേറ്റ് ആയിരിക്കാം, ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ പാർട്ട്ണറോ ഒക്കെ ആയിരിക്കാം. സോ ചില സാഹചര്യങ്ങളിൽ കൊളാട്രൽ കോണ്ടാക്ട്, അല്ലെങ്കിൽ മിക്ക സാഹചര്യങ്ങളിലും കൊളാട്രൽ കോണ്ടാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ള ക്ലയൻറ്റ് പറയാത്ത, ക്ലയൻറ്റിനെ പറ്റിയുള്ള അഡീഷണൽ ഇൻഫർമേഷൻസ് ഒക്കെ സീക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും കൊളാട്രൽ കോണ്ടാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ്. ഈ വാക്ക് കേട്ടാൽ ചിലപ്പോൾ കുറച്ച് അപരിചിതമായി തോന്നിയേക്കാം, അല്ലെങ്കിൽ ഇത് പഠിക്കാത്ത ഒരാൾക്ക് കൊളാട്രൽ കോണ്ടാക്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഒബ്വിയസ്ലി കൊളാട്രൽ കോണ്ടാക്ട് എന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊരു ചില കാര്യങ്ങളെ വെരിഫൈ ചെയ്യാനും വേണ്ടി നമ്മൾ പറഞ്ഞ പോലെ ക്ലയൻറ്റ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണോ? ക്ലയൻറ്റ് ഒരു കാര്യം പറഞ്ഞു, ക്ലയൻറ്റിൻ്റെ ഒരു വർക്ക് പ്ലേസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി ഒരു കാര്യം ഷെയർ ചെയ്തു. എന്നാൽ ക്ലയൻറ്റ് പറഞ്ഞ കാര്യമായിട്ട് ഒരു തരത്തിലും ബാക്കിയുള്ള ആരും യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നെങ്കിൽ ക്ലയൻറ്റിൻ്റെ പെർസെപ്ഷനിൽ വന്ന ഡിഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചു വെച്ചതായിരിക്കാം, നുണ പറഞ്ഞതായിരിക്കാം. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ക്ലയൻറ്റ് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വിശ്വസിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു, ഒരു വൈരുദ്ധ്യം തോന്നുന്നുവെങ്കിൽ ചില കാര്യങ്ങളെ വെരിഫൈ ചെയ്യാനും ചില കാര്യങ്ങൾക്ക് അഡീഷണൽ ഇൻഫർമേഷൻ, സപ്ലിമെൻ്ററി ഇൻഫർമേഷൻസ് സീക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു കൊളാട്രൽ കോണ്ടാക്ട്, ക്ലയൻറ്റിൻ്റെ വേർഷൻ ഓഫ് ഇവൻസിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയാലിറ്റി ഉണ്ടോ, നമ്മൾ പറഞ്ഞതിന് പുറമെ വേറൊരു സ്റ്റോറി ഉണ്ടോ, അല്ലെങ്കിൽ ആ സ്റ്റോറിക്ക് മറ്റൊരു അർത്ഥതലമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ കൊളാട്രൽ കോണ്ടാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്നാണ് റെഫറൽ. വളരെ എത്തിക്കലി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ടെക്നിക്കാണ് റെഫറൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു കേസ് വർക്കർ എപ്പോഴും എങ്ങനെയുള്ള കേസസിനെയാണ് നമ്മളോട് ചേർത്ത് നിർത്തേണ്ടത് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്. ഉറപ്പായിട്ടും നമ്മുടെ എക്സ്പേർട്ട് ഏരിയയിൽ വരുന്ന നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന കേസസിനെ മാത്രം എടുത്ത് മുൻപോട്ട് കൊണ്ടുപോകുക. കാരണം എല്ലാ കേസും ഒരു കേസ് വർക്കർക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല, അത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള ഏരിയ ചൈൽഡ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണെങ്കിൽ എനിക്ക് ഒരു മാരേജ് ഡിസ്കണ്ടക്റ്റ് അല്ലെങ്കിൽ ഒരു മാരേജ് ഡിസ്കോഡ് ട്രീറ്റ് ചെയ്യുന്നതിലും ഡീൽ ചെയ്യുന്നതിലും പരിമിതികളുണ്ട്. ഞാൻ എക്സ്പേർട്ട് അല്ല, ഞാൻ എക്സ്പീരിയൻസ്ഡ് അല്ല, എനിക്ക് കൃത്യമായി അത് ചെയ്യാൻ അറിയില്ല. പക്ഷേ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് മണി അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഗെറ്റിംഗ് എ ക്ലയൻറ്റ് അത് ഞാൻ മുൻപോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് എനിക്ക് മേ ബി ഫൈനാൻഷ്യലി റിവാർഡിംഗ് ആയിരിക്കും, പക്ഷേ റിസൾട്ട് വൈസ് ആ സെഷൻ അധികകാലം മുൻപോട്ട് പോയില്ല, പ്രോഗ്രസ് ഉണ്ടാകാതെ വരാം, അല്ലെങ്കിൽ അവരെ വെറുതെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പോലെ ആയിരിക്കാം. അപ്പോൾ റെഫറൽ എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വരുന്നു, അവർ നമുക്ക് പറ്റുന്നവരല്ല, അല്ലെങ്കിൽ അവർ നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് അറ്റൻഷൻ സീക്ക് ചെയ്യുന്നവരാണ്, നമ്മളുടെ എക്സ്പേർട്ടൈസിന് മുകളിൽ ആവശ്യങ്ങളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും കുറച്ചുകൂടി ബെറ്റർ സർവീസ് കിട്ടുന്ന ഏജൻസിയിലേക്കോ കേസ് വർക്കിലേക്കോ കോണ്ടാക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ടെറീഷറി സെറ്റിങ്ങിലേക്കോ സെക്കൻഡറി സെറ്റിങ്ങിലേക്കോ ഒക്കെ റെഫർ ചെയ്യുക. കാരണം നമ്മൾ അത് ഹാൻഡിൽ ചെയ്യാൻ മാത്രം എക്യുപ്ഡ് അല്ല, നമ്മുടെ കയ്യിൽ അതിനുള്ള ടൂൾസ് അല്ലെങ്കിൽ അതിനുള്ള എക്സ്പേർട്ടൈസ്, അതിനുള്ള ടെക്നിക്കുകളൊന്നും നമുക്ക് അത്ര കാര്യമായി അറിയില്ല എന്നുണ്ടെങ്കിൽ അവരെ വെറുതെ നമ്മളോട് പിടിച്ചു വെച്ച് സമയം കളയാതെ, വെറുതെ ഒരു ക്ലയൻറ്റിന് വേണമെന്നുള്ള വാശി കാണിക്കാതെ അറ്റ് ദ ഏർലിയസ്റ്റ് അവരെ റെഫർ ചെയ്യുക. അത് അവരുടെ ആരോഗ്യത്തിനും നമ്മുടെ ആരോഗ്യത്തിനും എപ്പോഴും നല്ലത്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെഫറൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് കേസ് വർക്ക് ഇൻ്റർവെൻഷൻസിൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വളരെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ എവിടേക്ക് റെഫർ ചെയ്യാമെന്നുള്ളതിനെ പറ്റി, മറ്റ് അവൈലബിൾ റിസോഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ അവെയർ ആയിരിക്കണം. ഇതിപ്പോൾ എങ്ങോട്ട് കൊടുക്കും, ആർക്ക് കൊടുക്കും, എവിടെ പോകാൻ പറയും, ഇവരോട് എവിടെ കൺസൾട്ട് ചെയ്യാൻ പറയും എന്നൊക്കെ ഉള്ളത് വളരെ റെലവൻ്റ് ആണ്. അവെയർനെസ് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് അടുത്തതാണ് ലിസണിങ്. എന്തായിരിക്കും ലിസണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്? അപ്പോൾ ലിസണിങ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ വളരെ വൈറ്റലായിട്ടൊരു ടെക്നിക്കാണ് ലിസണിങ്. ലിസൺ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ വേർഡ്സ് മാത്രം ലിസൺ ചെയ്തുകൊണ്ടോ എഫക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തത് കൊണ്ടോ കാര്യമില്ല. അൺസ്പോക്കൺ ആയിട്ടുള്ള ഫീലിങ്സിലേക്ക് നമ്മൾ ലിസൺ ചെയ്യുക. അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യത്തിൻ്റെ ഉള്ളിലുള്ള ഹിഡൻ മീനിങ്, ചിലപ്പോൾ അതൊരു ഹിഡൻ ആയിട്ടുള്ള കാര്യമായിരിക്കും, ഒരു എക്സാഗറേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ചില സന്ദർഭങ്ങളിൽ സൈലൻസ് പോലും മീനിങ് ഫുൾ ആണ്. അപ്പോൾ എന്താണ് അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്താണ് അവരതുകൊണ്ട് ഉദ്ദേശിച്ചത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൺസ്പോക്കൺ ആയിട്ടുള്ള ഫീലിങ്സ്. ഒരാൾ ഭയങ്കര നിരാശയോടുകൂടി വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആളെ ചീറ്റ് ചെയ്ത കാര്യം പറയുകയാണ്.
ഒന്നും പറയുന്നില്ല. ആൾ ആ ഫ്രണ്ടിനെ ഇങ്ങനെ അത്രമേൽ വിശ്വസിച്ചു. പക്ഷേ ഒരു ചെറിയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു ലൈഫ് സിറ്റുവേഷൻ വന്നപ്പോൾ ആൾ ചീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സ്റ്റിൽ ആ വ്യക്തി ആ ആളെപ്പറ്റി യാതൊരു നെഗറ്റീവ്സും പറയുന്നില്ല എങ്കിൽ അതിനൊരു അൺസ്പോക്കൺ ആയിട്ടുള്ള മീനിങ് കാണാം. അത്രമേൽ നിരാശയിലാണ്. അത്രയും വിശ്വസിച്ച ഒരാൾ ചതിച്ചതിൻ്റെ നിരാശ, ഡെസ്പയർ അവിടെ ഉണ്ടായിരിക്കാം, പക്ഷെ അത് പ്രകടിപ്പിക്കാത്തതായിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ആൾക്ക് നിലവിൽ ഇനി ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ട്രസ്റ്റ് ഇഷ്യൂ അവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ ആളത് വെർബലി അത് പറയുന്നില്ല, പക്ഷെ ഇൻഫർ ചെയ്യാൻ പറ്റും ഇനി ആൾക്ക് ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ആക്റ്റീവ് ലിസണിങ് ഉണ്ടെങ്കിലാണ് ഈ പറയാതെ പറഞ്ഞ കാര്യങ്ങളും ഹിഡൻ മീനിങ്ങോടുകൂടി പറഞ്ഞ കാര്യങ്ങളും എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ശരിക്കുമുള്ള മീനിങ് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുപോലെ ഒരു ക്ലയൻറ്റ് പറയുകയാണ് എനിക്ക് അയാളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, നാളെ സമയം കിട്ടിയ ആളെ പോയി കൊല്ലുമെന്നായിരിക്കണം എന്നില്ല. അത്രയ്ക്ക് ദേഷ്യമാണ്, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ദേഷ്യം വന്നു, ഭയങ്കര ഇമോഷണലി ചാർജ്ഡ് ആണ് ആ വ്യക്തി നിലവിൽ. എപ്പോൾ ആ വ്യക്തിയെ പറ്റി അല്ലെങ്കിൽ എപ്പോഴാണോ ആ ചീറ്റ് ചെയ്ത ആളെ പറ്റി ആലോചിക്കുന്നത് അപ്പോഴൊക്കെ ആ ആളെ ഇല്ലാതാക്കാനുള്ള അത്രയും ദേഷ്യം, പക ഉള്ളിലുണ്ട്. സോ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്താലാണ് ഇങ്ങനെയുള്ള എക്സാഗ്രേറ്റഡ് ഫ്രേസസ്, ഹിഡൻ മീനിങ്സ്, ഡബിൾ മീനിങ്സ്, അൺസ്പോക്കൺ ഫീലിങ്സ് ഒക്കെ നമുക്ക് എലിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ വെറുതെ ലിസൺ ചെയ്താൽ പോരാ, ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യണം. പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള വേർഡുകളും ഫീലിങ്സുകളും മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വൈറ്റലായിട്ടുള്ളൊരു ടെക്നിക്കാണ്. അപ്പോൾ ഇത് ക്ലയൻറ്റിൻ്റെ ഇഷ്യൂസിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വളരെ ജെന്യൂനായിട്ട് ഇതിനെ മനസ്സിലാക്കുക, ഇതിനെ കറക്റ്റായിട്ടുള്ള അർത്ഥത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുക. നമ്മൾ കുറേ അൺസ്പോക്കൺ ഫീലിങ്സിനെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മളുടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ അല്ല, ഇതുണ്ടെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത് കറക്റ്റ് അല്ലേ എന്ന് വെരിഫൈ ചെയ്യുക. തിരിച്ചങ്ങോട്ടേക്ക് ചോദ്യം ചോദിക്കുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് അയാളോട് നിങ്ങൾക്ക് ഇപ്പോഴും അത്രയും ദേഷ്യം ഉണ്ടെന്നാണോ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇനി മറ്റൊരാളെയും വിശ്വസിക്കാൻ പറ്റില്ലാത്ത അത്രയും ഈ ഒരു പ്രീവിയസ് ഇവൻറ്റ് നിങ്ങളെ ഹേർട്ട് ചെയ്തു എന്നാണോ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഈ അൺസ്പോക്കൺ ആയിട്ടുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്ത് ഉറപ്പുവരുത്തുക. നിങ്ങൾ ജെന്യൂൻ ആയിട്ടാണ് ക്ലയൻറ്റിനെ മനസ്സിലാക്കിയിരിക്കുന്നത്, ക്ലയൻറ്റിൻ്റെ ഇമോഷൻസ് കറക്റ്റായിട്ട് പെർസീവ് ചെയ്തു എന്ന് മനസ്സിലാക്കുക കേട്ടോ. അടുത്തതാണ് ഒബ്സർവേഷൻ. അപ്പോൾ ഒബ്സർവേഷൻ നമ്മൾ പറഞ്ഞിരുന്നു, ഒബ്സർവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹോം വിസിറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ഹോം വിസിറ്റിൻ്റെ സമയത്ത് മാത്രമല്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും ക്ലയൻറ്റിൻ്റെ ബിഹേവിയറിനെ പറ്റിയിട്ടും അപ്പിയറൻസിനെ പറ്റിയിട്ടും എക്സ്പ്രഷൻസിനെ പറ്റിയിട്ടും ഇമോഷണൽ സബ് ടൈറ്റിൽസിനെ പറ്റിയിട്ടും എന്ത് ചെയ്തിരിക്കണം, ഒബ്സർവ് ചെയ്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ്, ഒരു ക്ലയൻറ്റ് കരയുകയാണോ അല്ലെങ്കിൽ സൈലൻ്റ് ആയിരിക്കുകയാണോ, ഭയങ്കര അഗ്രസീവ്നെസ് കാണിക്കുകയാണോ, ആളുടെ ബിഹേവിയർ അപ്പിയറൻസിനകത്ത് വളരെ ഷാബി ആയിട്ടാണോ, ഭയങ്കര ഡള്ളാണോ, ഭയങ്കര ക്ഷീണിച്ച് ടയേർഡാണോ, അല്ലെങ്കിൽ എക്സ്പ്രഷൻസിനകത്ത് പറയുന്ന കാര്യങ്ങളുമായിട്ട് മാച്ചിങ് ഉണ്ടോ, ഇമോഷണലി ഏത് സ്റ്റേറ്റിലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തറവായിട്ട് ഒബ്സർവ് ചെയ്യണം. മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഒബ്സർവ് ചെയ്യണം. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ലുക്കിംഗ്, വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക എന്നല്ല, കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുക. ഒരാൾ വളരെ മുഷിഞ്ഞ ഡ്രസ്സിട്ടാണ് വന്നിരിക്കുന്നത്, വളരെ അൺഹെൽത്തി ആയിട്ടുള്ള സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത്, ദെയർ ഇസ് സംതിങ് റോങ്. എന്താണ് അദ്ദേഹം ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്? പുറത്ത് പോകുമ്പോൾ ഒരാൾ അത്യാവശ്യം നീറ്റായിട്ടല്ലേ സാധാരണ ഡ്രസ്സ് ചെയ്യാറുള്ളൂ. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഇത്രയും റിസോഴ്സസ് ഉള്ള ഒരാൾ ഇത്രയും മോശമായി ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ വന്നപ്പോൾ മനസ്സിലായി അയാളുടെ നെറ്റിയിലൊരു ഒരു മുറിവ് പാട് ഉണ്ടായിട്ടുണ്ട്, ഒരു ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൂണ്ടുണ്ടെന്ന് വിചാരിക്കുക. എന്തായിരിക്കാം? അത് ചിലപ്പോൾ വല്ലയിടത്ത് ഉരുണ്ട് വീണതായിരിക്കാം, ബട്ട് സ്റ്റിൽ ആൾ പറയുന്ന കഥകളുമായിട്ട് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ടായിരിക്കാം മുറിവ് ഉണ്ടായിരിക്കുന്നത്? വീട്ടിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വയലൻസ് ആണ് അദ്ദേഹം വന്ന പ്രശ്നമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ മേ ബി ഈ മുറിവുകളൊക്കെ ആ വയലൻസിൻ്റെ ഭാഗമായിരിക്കാം. അല്ലെങ്കിൽ ദേഹാസകളും എന്തെങ്കിലുമൊക്കെ മുറിവ് പാടുകൾ കാണാനുണ്ട്, ഒരു അബ്യൂസിൻ്റെ സൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്സർവ് ചെയ്യുക. ട്രൈ ടു ഐഡൻറ്റിഫൈ. ഈ പറഞ്ഞ കഥയുമായി ഈ ഫിസിക്കൽ അപ്പിയറൻസസിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രൂപത്തിനോ അദ്ദേഹത്തിൻ്റെ ബോഡിയിലുള്ള എന്തെങ്കിലുമൊക്കെ മാനസത്തിനോ ബോഡിയിലുള്ള എന്തെങ്കിലുമൊക്കെ സയൻസ് ഈ പറയുന്ന ഇൻഫർമേഷൻസിനോട് അഡീഷണൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ ഹോം വിസിറ്റിൻ്റെ സമയത്തായാലും ഇൻ പേഴ്സൺ സെഷൻസിലായാലും കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുക. കാരണം ചിലരിപ്പം നുണ പറയുന്ന സമയത്തൊക്കെ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിനകത്ത് വ്യത്യാസം വരാം, അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യം ഫ്രെയിം ചെയ്ത് പറയുമ്പോഴൊക്കെ അവർ കുറച്ച് നെർവസ് ആയിരിക്കാം. അപ്പം ത്രൂ ഔട്ട് ദ സെഷൻ അവരെങ്ങനെയാണ് അവരുടെ ടെമ്പർമെൻറ്റ്, അവർ നെർവസ് ആവുന്നുണ്ടോ, കുറച്ചധികം ടെൻസ്ഡ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ സൈലൻ്റ് ആയി പോകുന്നുണ്ടോ, ചില കാര്യങ്ങളോട് മനഃപൂർവ്വം റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നുണ്ടോ, ഇതൊക്കെ ക്ലൂസ് ആണ്. അല്ലെങ്കിൽ ഇതൊക്കെ സീരിയസ്ലി ഒബ്സർവ് ചെയ്യുകയും എലിസൈറ്റ് ചെയ്യാനുള്ള ഫർദർ ഇൻഫർമേഷൻ ചോദിക്കാനുള്ള പ്രോംപ്റ്റുകളായിട്ട് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. മറ്റൊന്നാണ് അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസ് അപ്പോൾ എന്തായിരിക്കാം? അക്സെപ്റ്റൻസ് ഓൾറെഡി പ്രിൻസിപ്പിളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം അക്സെപ്റ്റൻസ് ഒരു ടെക്നിക്കുമാണ്.
അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു നോൺ ജഡ്ജ്മെൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക, അതുപോലെ ഒരു നോൺ ജഡ്ജ്മെൻ്റലായിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. അതൊരു ടെക്നിക്കാണ്. നമ്മുടെ അടുത്ത് വരുന്ന ആളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ തന്നെ അയാൾ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് വരും. ആ സർവീസ് യൂട്ടിലൈസ് ചെയ്യാനുള്ള ചാൻസസ് കൂടും. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ആ അക്സെപ്റ്റൻസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യണം. നമ്മൾ അവരെ പുച്ഛിച്ച് കളഞ്ഞു, അവർ പറയുന്നൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഇതിപ്പോൾ ഇത്രയേ ഉള്ളോ, നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നതിലും പറയുന്നതിലുള്ള രീതികൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഒരു അക്സെപ്റ്റൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് ത്രൂ ഔട്ട് ദ സെഷൻ റിഫ്ലക്റ്റ് ചെയ്യുകയും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് തോന്നുകയും ചെയ്യുക എന്നുള്ളതും വളരെ വൈറ്റലായിട്ടൊരു ടെക്നിക്കാണ്. അങ്ങനെയാണെങ്കിലാണ് തുടർന്ന് അങ്ങോട്ടേക്ക് വരാനുള്ളൊരു ട്രസ്റ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്പൺനെസ്സും. അല്ലെങ്കിൽ എപ്പോഴും അവിടെ ഒരു പവർ ഇംബാലൻസ് തോന്നാം. ഇത് വേറെ വലിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ആളാണ്, ഞാൻ ഇത് പറഞ്ഞാൽ ഇയാൾ എങ്ങനെ എടുക്കും, കറക്റ്റായിട്ട് മനസ്സിലാക്കുമോ, എന്നെ തെറ്റിദ്ധരിക്കുമോ, എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, ആ ഒരു വിചാരം, അങ്ങനെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അലേർട്ട് ഉണ്ടാകാതിരിക്കണമെങ്കിൽ വളരെ അക്സെപ്റ്റിംഗ് ആയിരിക്കണം, വളരെ വെൽക്കമിങ് ആയിരിക്കണം. സോഷ്യൽ കേസ് വർക്കറുടെ ഒരു നേച്ചർ അല്ലെങ്കിൽ വേ ഓഫ് ഇൻട്രാക്ഷൻ വളരെ അക്സെപ്റ്റിംഗ് ആയിരിക്കണം. മറ്റൊന്നാണ് അഷ്യൂറൻസ്. എന്തായിരിക്കും നമ്മൾ ഇവർക്ക് അഷ്യൂർ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ? അഷ്യൂറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഒറ്റവട്ടം കൊണ്ട് തീരില്ല, അഷ്യൂറൻസസ് ആണ്. പലവട്ടം അഷ്യൂറൻസ് അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അവരുടെ ഫീലിങ്സിൽ തന്നെയുള്ള ഒരു വീണ്ടും ഒരു കൺഫർമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി ആയിരിക്കാം നമ്മൾ അഷ്യൂർ ചെയ്യേണ്ടത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി അഷ്യൂർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അഷ്യൂറൻസ് ത്രൂ ഔട്ട് ദ സെഷൻ ഉണ്ടായിരിക്കണം. ചിലപ്പോൾ അവർ വീണ്ടും വീണ്ടും ചോദിച്ച കാര്യങ്ങൾ അഷ്യൂറൻസസ് ചോദിക്കാം. ഇത് ശരിയാണോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആരോടും പറയുമോ, ആരോടും പറയാതിരിക്കില്ലേ, തിരിച്ചു മറിച്ച് ഇത് തന്നെ ചോദിക്കാം. അപ്പോൾ മെനി ടൈംസ് വി മേ ഹാവ് ടു ഗീവ് ദം അഷ്യൂറൻസ്, വീണ്ടും വീണ്ടും അഷ്യൂർ ചെയ്തുകൊണ്ടിരിക്കണം. അടുത്തതാണ് എൻകറേജ്മെൻറ്റ്. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ക്ലയൻറ്റിനെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടുന്ന എൻകറേജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോത്സാഹനം കൊടുക്കണം. ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ഓൺ ടൈമിൽ ചെയ്ത് തീർക്കാനൊക്കെയുള്ള അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള എൻകറേജ്മെൻറ്റ് എത്ര കൊടുക്കാമോ അത്രയും എൻകറേജ് ചെയ്യുക. അതിപ്പോൾ ചെറിയ കാര്യം ചെയ്താൽ പോലും നമ്മൾ അതിന് അപ്രിസിയേഷൻസ് കൊടുക്കുക, വീണ്ടും നന്നായി ചെയ്യാൻ പറ്റുമെന്നുള്ള അഷ്യൂറൻസ് കൊടുക്കുക, അവരുടെ മോട്ടിവേഷൻ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ റിവാർഡുകളൊക്കെ കൊടുക്കുക. പ്രത്യേകിച്ച് അവർക്ക് ചെയ്യാൻ ഒരു പുതിയ ടാസ്കോ അല്ലെങ്കിൽ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കോ ഒക്കെ കൊടുക്കുന്ന സമയത്ത് അവരത് ചെയ്തിട്ട് വരുമ്പോൾ നല്ല രീതിയിൽ അപ്രിഷിയേറ്റ് ചെയ്യുക, അതിന് റിവാർഡായിട്ട് ചെറിയൊരു സമ്മാനം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാനുള്ള, അതിന് പ്രത്യുപകാരമായിട്ടൊരു കാര്യം ചെയ്യാനുള്ള ഒരു പ്രതിഫലം കൊടുക്കുക. ടോക്കൺ എക്കണോമി എന്നൊക്കെ നമ്മൾ പറയും. നമ്മളിനി ബിഹേവിയർ മോഡൽ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള എൻകറേജ്മെൻറ്റ്, റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്നാണ് റീച്ചിങ് ഔട്ട്. റീച്ചിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കുറേ സർവീസസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും തന്നെ നമ്മൾ ഹോം വിസിറ്റ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ട്, കൊളാട്രൽസിനായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലർക്ക് കുറച്ച് എക്സ്ട്രാ എഫോർട്ട് ഡിമാൻഡിങ് ആയെങ്കിൽ, ഇപ്പോൾ ഒരാൾക്കടുത്ത് ഒരു വിസിറ്റ് നടത്തി ഒരു 1-2 വിസിറ്റും കൂടെ ആവശ്യമാണ് അവർക്കെങ്കിൽ ഡു ഇറ്റ്. അവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുക. എല്ലാവർക്കും വേണ്ടിയിട്ടല്ല, ഹൂവർ ഈസ് ഡിമാൻഡിങ് അല്ലെങ്കിൽ ആർക്കാണോ അത് നീഡഡ് ആയിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ടൊരു എക്സ്ട്രാ എഫോർട്ട്, മേ ബി അഡീഷണൽ വിസിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാറായിട്ടും അല്ലെങ്കിൽ പറഞ്ഞതിനേക്കാൾ 1-2 സെഷൻസ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആയിരിക്കാം. ചില ടാസ്കുകളുടെ ഫ്രീക്വൻസിയിലോ ടൈമിങ്ങിലോ ഉള്ള വ്യത്യാസങ്ങളായിരിക്കാം. ഒന്നുകൂടെ ഒന്ന് കൺസേൺഡ് ആകുക, റീച്ചിങ് ഔട്ട് അവരിലേക്ക്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, ആ ഒരു ഗോൾ അറ്റൈൻമെൻറ്റിന് എന്തെങ്കിലുമൊക്കെ ക്രൈസിസ് വരുന്ന സമയത്ത് നമ്മളും കൂടെ കുറച്ചൊരു എക്സ്ട്രാ എഫോർട്ട് എടുക്കുക. അവരുടെ കാര്യത്തിൽ നമ്മൾ കൺസേൺഡ് ആണ്, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അവരെ കൺവിൻസ് ചെയ്യിക്കുക. അതിന് വേണ്ടിയുള്ള റിയൽ ആൻഡ് ജെന്യൂൻ എഫോർട്ട്സ് ഉണ്ടായിരിക്കുക. ഓൾസോ നോൺ വെർബലി സസ്റ്റെയിൻ ചെയ്യുക. നോൺ വെർബലി ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകുക, ഒരു ഇൻട്രാക്ഷൻ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ് വേണ്ടി വരും, ചില ജസ്റ്റേഴ്സ് വേണ്ടി വരും, ബ്രീഫായിട്ടുള്ള വേർബൽ അഫർമേഷൻസ് കൊടുക്കേണ്ടി വരും. കംപ്ലീറ്റ്ലി നമ്മൾ അവരെ എൻകറേജ്മെൻറ്റ് ത്രൂ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ത്രൂ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ അടുത്തൊരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മുടെ എക്സ്പ്രഷൻസ് അപ്രോപ്രിയേറ്റ് ആയിട്ട് മാറ്റേണ്ടി വരാം. നമ്മൾ പറഞ്ഞു ചില ജസ്റ്റേഴ്സ് നമ്മൾ അതിനോട് ഒരാൾ വന്ന് കരഞ്ഞ് വിഷമം പറയുമ്പോൾ നമ്മളിങ്ങനെ വളരെ ലാവിഷായിട്ട് റിലാക്സ്ഡ് ആയിട്ട് കസേരയിൽ ഇങ്ങനെ മലർന്നിരുന്നിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണ് തോന്നും ഒന്നും ശ്രദ്ധിക്കുന്നില്ല, വെറുതെ ചില്ലായിട്ടിരിക്കുകയാണ് എന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മളോട് ഒരാൾ ഒരു കാര്യം വളരെ കാര്യമായിട്ട് പറയുന്ന സമയത്ത് എപ്പോഴും ഒരു പോസിറ്റീവ് ജസ്റ്റാണ്. നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്തിരിക്കുന്നു, ആളെ ലിസൺ ചെയ്യുന്ന പോലെ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ചില സമയത്ത് ഒരു ബ്രീഫായിട്ടുള്ള വെർബൽ അഫോർമേഷൻസ്, സാരമില്ല എന്നല്ല, എല്ലാം ശരിയാകും,
അതുപോലെ തന്നെ സിറ്റുവേഷൻസ് ബെറ്റർ ആകും, കഴിഞ്ഞ വട്ടത്തേക്കാളും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങൾ എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ അവസ്ഥ എനിക്ക് ഊഹിക്കാം, അത് വളരെ പെയിൻഫുൾ ആയിരിക്കുമല്ലോ. ചില കാര്യങ്ങൾക്ക് നമുക്ക് ഭയങ്കര അച്ചടി ഭാഷയിൽ സംസാരിക്കണം എന്നല്ല, പക്ഷെ കുറച്ച് നോൺ വെർബൽ ആയിട്ടുള്ള ചെറിയ റീഅഫർമേഷൻസ് അല്ലെങ്കിൽ ശരിയാകും, മനസ്സിലാവുന്നുണ്ട്, അതിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാം, ഇങ്ങനെയുള്ള ചെറിയ ഡയലോഗ്സ് ഇല്ലേ, ചില ആളുകൾ പറയുന്ന സമയത്ത് നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ കോൺവെർസേഷനെ മുൻപോട്ടേക്ക് ലീഡ് ചെയ്യുന്ന, അല്ലാതെ നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് അവിടെ വെച്ച് കോൺവെർസേഷൻ നിന്ന് പോകരുത്, മുഖത്തടിച്ച പോലെയോ ഭയങ്കര അബ്രപ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കരുത്. സൂത്തിങ് ആയിട്ടുള്ള അവരെ ആ കോൺവെർസേഷൻ സസ്റ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഭയങ്കര എംപത്തറ്റിക്കൽ ആയിട്ടുള്ള നോൺ വെർബൽ അഫോർമേഷൻസ് ആൻഡ് വെർബൽ അഫോർമേഷൻസ് കൊടുക്കുക. ഓൾസോ അവരെ എൻഗേജ് ചെയ്യിക്കുക ആൻഡ് അവരുടെ എൻഗേജ്മെൻറ്റ്സിൽ ത്രൂ ഔട്ട് അവരെ ചെറിയ പ്രോഗ്രസ്സിൽ പോലും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റാതെ വരും. ആ സമയത്ത് കാരണം ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ അവർ ഭയങ്കര ഡിസ്ട്രസ്ഡ് ആണെങ്കിൽ കൊടുക്കുന്ന ടാസ്കുകളും ഇൻ്റർവെൻഷൻസിലും ഒക്കെ അവർ ഫ്രീക്വൻ്റ്ലി ചിലപ്പോൾ ഫെയിൽ ആയേക്കാം. അപ്പോഴും അവരെ എൻകറേജ് ചെയ്യുക, അവരെ എങ്ങനെയെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളുമായിട്ട് എൻഗേജ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഫഷണലി അവർക്ക് അഡ്വൈസ് ചെയ്യുക. അഡ്വൈസ് എന്നുള്ളത് ആരും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അവർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള സജഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അതായത് നമുക്ക് ചില കാര്യങ്ങളിൽ കുറച്ചധികം എക്സ്പേർട്ടൈസ് ഉണ്ട്, അതിനെ ബേസ് ചെയ്ത് നമുക്ക് ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. സോ പ്രൊഫഷണൽ അഡ്വൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്നാണ് സജഷൻസ്. അവർക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള 3-4 ഓപ്ഷൻസ് കൊടുക്കാം. ഒന്നും ചെയ്യുമെന്ന് നിർബന്ധിക്കുക എന്നല്ല, പക്ഷേ ഇത് ചെയ്താൽ നന്നായിരിക്കും, ഇന്ന ഓപ്ഷൻസ് മറ്റൊന്നിനേക്കാൾ നല്ലതായിരിക്കും, ഇന്നതിന് ഇത്ര ഗുണങ്ങളുണ്ട്, ഇത്ര ദോഷങ്ങളുണ്ട് എന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പോസിബിൾ ആയിട്ടുള്ള ചില ഐഡിയാസ്, ഓപ്ഷൻസ് കൊടുക്കുക. ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ പുഷ് ചെയ്യുന്നില്ല, പക്ഷെ പല ഓപ്ഷൻസ് അവർക്ക് അവൈലബിൾ ആയി കൊടുക്കുക. ഇൻ കേസ് അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കുക, സജസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്നാണ് മോട്ടിവേഷൻ. അവർക്ക് മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ക്ലയൻറ്റിനെ ആക്ഷൻ എടുക്കാനും അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആക്ഷൻസ്, അവർക്കും അവരുടെ ഫാമിലീസിനും ബെനിഫിഷ്യൽ ആയിട്ടുള്ള നല്ല ആക്ഷൻസ് എടുക്കാൻ അവർ മുൻപോട്ട് വരുമ്പോൾ അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ക്ലാരിഫിക്കേഷൻ, അതായത് ഹെൽപ്പിംഗ് ക്ലയൻറ്റ് അൺടാങ്കിൾ കോംപ്ലക്സ് സിറ്റുവേഷൻസ് എന്നാണ് പറയുന്നത്. അവർ വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, വലിയ കഥകൾ, ഒരേ പ്രശ്നങ്ങളുള്ള ഒരു ഓവർലാപ്പിംഗ് കഥകൾ നമ്മളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഈ ഫുൾ കഥകൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കാം, പക്ഷെ അറ്റ് ദ എൻഡ് നമ്മൾ തന്നെ അതിനെ സമ്മറൈസ് ചെയ്ത് പാരാഫ്രൈസ് ചെയ്ത് അത് അങ്ങോട്ടേക്ക് ചോദിക്കുകയാണ്, ഇങ്ങനെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്, അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണോ? അപ്പോൾ അവർ പറഞ്ഞ വലിയ കഥേനെ നമ്മൾ ചെറുതാക്കി സമ്മറൈസ് ചെയ്ത് നമ്മൾ അവരോട് തിരിച്ച് ക്ലാരിഫൈ ചെയ്ത് ചോദിക്കുകയാണ്, ഇത് കറക്റ്റ് അല്ലേ, ഞാൻ മനസ്സിലാക്കിയത് ഓക്കെ ആയിട്ടല്ലേ? അപ്പോൾ ഈ ഒരു ക്ലാരിഫിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മളതിനെ റൈറ്റ് ആയിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് അവർക്ക് തോന്നാൻ വേണ്ടിയിട്ടും വീണ്ടും അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു പ്രോംപ്റ്റ് കൊടുക്കാൻ ക്ലാരിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റോൾ പ്ലേയിങ് മറ്റൊന്നാണ്. റോൾ പ്ലേയിങ് എന്ന് പറയുന്നത് അതായത് ചില റിയൽ ലൈഫ് സിറ്റുവേഷൻസ് നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ക്ലയൻറ്റിനെ റിയൽ ലൈഫ് ഇൻട്രാക്ഷൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും റോൾ പ്ലേയിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ അവർക്ക് തന്നെ ഫ്യൂച്ചറിൽ ഡീൽ ചെയ്യേണ്ട ഒരു റോൾ പ്ലേ ചെയ്യാനോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ റോൾ പ്ലേ ചെയ്യാനോ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് പാർഷ്യലൈസേഷൻ. അത് പാർഷ്യലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്തെന്ന് പറയുന്നത് വലിയൊരു കഥയായിരിക്കും, അവിടെ മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു സ്ത്രീ ഓൾറെഡി ഡിവോഴ്സ്ഡ് ആയിരിക്കാം, ആളൊരു സിംഗിൾ പാരൻ്റ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ആ സിംഗിൾ പാരൻ്റ് അല്ലെങ്കിൽ ആ ഒരേ ഒരു കുട്ടി ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരേ ഒരു കുട്ടിക്ക് ഭയങ്കര ബിഹേവിയറൽ ഇഷ്യൂസ് ആയിരിക്കാം. ഓൾറെഡി അവർ സിംഗിൾ പാരൻ്റ് ആയതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യലി സ്ട്രഗ്ലിംഗ് ആയിരിക്കാം. അപ്പോൾ വലിയൊരു പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമായിരിക്കും ആൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രശ്നത്തിനെ പാർഷ്യലൈസ് ചെയ്യുക, അതായത് പാർട്ടാക്കുക. പാർട്ട് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഏതൊരു പ്രശ്നം വന്നാലും വലിയൊരു പ്രശ്നമാണെങ്കിൽ അതിനെ ചെറിയ പാർട്ടുകളായിട്ട് തിരിക്കുക. ഓരോ പാർട്ടിനും സെപ്പറേറ്റ് ആയിട്ട് സൊല്യൂഷൻസ് കാണുക. സോ അറ്റ് ദ എൻഡ് ആ വലിയൊരു പ്രോബ്ലത്തെ പോലും നമുക്ക് ലഘൂകരിക്കാനും ഓരോ പ്രോബ്ലത്തിനും ഓരോ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോഴേക്കും ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടെ സീംലെസ് ആക്കാനും സഹായിക്കും. അപ്പോൾ വലിയ കോംപ്ലക്സ് പ്രശ്നത്തെ പാർഷ്യലൈസ് ചെയ്ത് പാർട്ടാക്കുന്നതിനാണ് നമ്മൾ പാർഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്കിംഗ് ഡൗൺ കോംപ്ലക്സ് പ്രോബ്ലം ഇൻറ്റു സ്മോളർ മാനേജബിൾ പാർട്സ് ടു എസ്റ്റാബ്ലിഷ് പ്രയോറിറ്റീസ്. അപ്പോൾ നമ്മളിങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുക. അപ്പോൾ വലിയൊരു പ്രശ്നം പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അവർക്കിപ്പോൾ എക്കണോമിക് റിസോഴ്സ് ഇല്ല എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനെ പാർട്ടാക്കുമ്പോഴേക്കും നമുക്ക് ഏറ്റവും പ്രയോറിറ്റി അർഹിക്കുന്ന പ്രോബ്ലത്തെ പ്രയോറിറ്റൈസ് ചെയ്ത്
ആദ്യം അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് പ്രയോറിറ്റി കുറച്ച് അല്ലെങ്കിൽ അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് അന്വേഷിക്കാം. അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടതിനെ ആദ്യം ഡീൽ ചെയ്യാൻ ഈ പാർഷ്യലൈസേഷൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇൻ്റർപ്രട്ടേഷൻ, ഇനി എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം, അതായത് ക്ലയൻറ്റ് പറഞ്ഞ കാര്യങ്ങളെ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ നമ്മൾ ഒന്നുകൂടെ അസിസ്റ്റ് ചെയ്യുകയാണ്. അവരുടെ സ്ട്രെങ്ത്ത്, കാര്യങ്ങൾ, ഇവരുടെ ബിഹേവിയർ, സിറ്റുവേഷൻസ്, ഇതിനെല്ലാം നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നു. ഇതിനെല്ലാം നമ്മൾ മൊത്തത്തിൽ അപഗ്രഥിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലയൻറ്റ് പറഞ്ഞ കാര്യങ്ങളും കൊളാറ്ററൽ പറഞ്ഞ കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ചില കാര്യങ്ങളെയൊക്കെ ലഘൂകരിക്കാനും ക്ലാരിറ്റി കൊണ്ടുവരാനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്.